അമേരിക്കൻ ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായ വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ്. ഇത് ന്യൂയോർക്കിലെ റോയൽ പാലസ് ഹോട്ടലിൽ വെച്ച് നടന്നു. ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട അറ്റോർണി സ്റ്റാൻലി കടത്തറ നിർവഹിച്ചു. വിഭജന പ്രവർത്തനങ്ങളിലൂടെ കരുത്ത് തെളിയിച്ച ശ്രീ ടെറൻസൺ തോമസ് പ്രസിഡന്റായും സെക്രട്ടറിയായി ശ്രീ ഗണേശൻ നായരും ട്രഷറർ ശ്രീ ഷാജി ആലപ്പാട്ടും കൂടാതെ മുതിർന്ന അംഗം കൊച്ചുമന്റെയും നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച അക്കരെ കാഴ്ചയും. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ടെറൻസൺ തോമസ്. കഴിഞ്ഞ 35 വർഷമായി ന്യൂയോർക്ക് സ്റ്റേറ്റിൽ വെസ്റ്റ്ചെസ്റ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായി 2009 പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഇനാഗുറേഷനും അതോടൊപ്പം തന്നെ ഇനാഗുറേഷന്റെ ഭാഗമായി നടക്കുന്ന ഈ അസോസിയേഷന്റെ ആദ്യത്തെ പരിപാടി എന്ന കുടുംബമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് കൊച്ചുമൻ ജേക്കബ് ആണ്. ഒരു 30-31 വർഷം കൊണ്ട് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയും ഓണം ഇതുപോലുള്ള, അതായത് ഒരിക്കൽ ഞങ്ങളുടെ ഓണം കണ്ട ഉടനെ കണിയാലി പറഞ്ഞു, ഞാൻ എവിടെയും പോകും, ഇതുപോലുള്ള ഓണം പരിപാടി ഒരു സംഘടനയിലും കാണത്തില്ലെന്ന്. 1500-ലധികം മെമ്പേഴ്സുള്ള നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സംഘടനയാണ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ. ഈ അസോസിയേഷന്റെ ഈ വർഷത്തെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ അസോസിയേഷൻ ഇന്നിവിടെ നിങ്ങളെല്ലാവരും കണ്ട പരിപാടി ഈ അസോസിയേഷന്റെ കഴിഞ്ഞ 35 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാമിലി നൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു നിങ്ങളെവരും കണ്ടത്. ഈ അസോസിയേഷൻ 150ഓളം ഫാമിലി പങ്കെടുത്തു. ഇത് വൻ വിജയമായിരുന്നു. എൻ്റെ പേര് ജോൾസി വർഗീസ്. ഞാൻ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഫോമയുടെ ജനറൽ സെക്രട്ടറിയാണ്. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സംഘടന പ്രസിഡന്റ് ശ്രീ ടെറൻസൺ തോമസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി മുമ്പോട്ട് പോകുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഇതിന്റെ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ പേര് പോൾ കറുകപ്പുഴ, ഫൊക്കാന പ്രസിഡന്റ്. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഫാമിലി നൈറ്റും പ്രവർത്തന ഉദ്ഘാടനവും ഏറ്റവും ഭംഗിയായ രീതിയിൽ നടന്നു. അതിന് ഈ വർഷത്തെ എല്ലാ പ്രോഗ്രാമിനും
എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യമെന്ന വിപത്ത് നാം ഓരോരുത്തരെയും നേരിട്ടോ അല്ലാതെയോ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇത്രയും കുടുംബാംഗങ്ങൾ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടി എന്നത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് ഇന്നത്തെ ഈ രീതിയിൽ എത്തിക്കുവാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഒട്ടനവധിയുണ്ട്. അതോടൊപ്പം എനിക്ക് മുൻപേ ഈ പദവിയിൽ വന്നുപോയവർ, പരസ്യത്തിലൂടെയും മറ്റ് സ്പോൺസർഷിപ്പുകളിലൂടെയും ഞങ്ങളെ സഹായിച്ചവർ, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാതെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞവർ, നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എന്റെ സ്നേഹാദരവുകൾ അർപ്പിക്കുകയാണ്. ഈ വർഷത്തെ ഇനിയും വരുവാനിരിക്കുന്ന എല്ലാ പരിപാടികൾക്കും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നിങ്ങൾക്ക് വേണ്ടി ഈ സായാഹ്നത്തിൽ ഇതിന്റെ കൺവീനറായ ശ്രീ കൊച്ചുമ്മൻ ടി ജേക്കബും കോർഡിനേറ്ററായ ശ്രീ ഗോഡ്ലി വർഗീസും ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും പാർട്ടിസിപ്പേഷനും ഈ വേദിയിൽ വന്നു പോകുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കട്ടെ. 2009 വർഷത്തെ വെസ്റ്റേൺ മലയാളി അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി എന്നെ ആ നിയോഗം ലഭിച്ചതിൽ വളരെയധികം സന്തുഷ്ടനാണ്. എന്താണ് വളരെയധികം സന്തുഷ്ടൻ എന്ന് പറയുമ്പോൾ അതിന് 1-2 കാരണങ്ങളുണ്ട്. ഈ അസോസിയേഷൻ രൂപം കൊണ്ടിട്ട് കഴിഞ്ഞ 35 വർഷങ്ങളായി. ഞാനും ഈ അസോസിയേഷനുമായി 1 വയസ്സിന് വ്യത്യാസമുണ്ട്. 35 വർഷങ്ങൾക്ക് മുൻപ് ഇതിന്റെ നേതാക്കന്മാർ, ഇതിലെ പ്രവർത്തകർ ന്യൂയോർക്കിൽ വെസ്റ്റർ കേന്ദ്രീകരിച്ച് ഈ സംഘടന ഉണ്ടാക്കുമ്പോൾ അന്ന് ഇന്നുള്ളതിനേക്കാൾ ഭാരിച്ച ചുമതലകളായിരുന്നു. ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ ഈ സംഘടനയിൽ നിന്ന് നിരവധി നേതാക്കന്മാരെ വളർത്തിയൊരു സംഘടനയാണ്. നാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ നേതാക്കന്മാരെ വളർത്തിയ ഒരൊറ്റ സംഘടന എന്ന് പറയുന്നത് വെസ്റ്റർ മലയാളി അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സംഘടനയാണ് ഈ സംഘടന. വ്യക്തികളെക്കാൾ ഉപരി സംഘടനയ്ക്ക് അല്ലെങ്കിൽ അസോസിയേഷന് പ്രാമുഖ്യം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായതുകൊണ്ടാണ് ഈ സംഘടന ഇന്ന് ഒറ്റക്കെട്ടായി പോകുവാൻ കഴിയുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കുടുംബ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന മിസ്റ്റർ സ്റ്റാൻലി കളത്തറയാണ്. അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സിറ്റി കൗൺസിലിലേക്ക് ഉള്ള വിവരവും നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അടുത്തതായി സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൊക്കാന പ്രസിഡന്റ് ശ്രീ പോൾ കറുകപ്പള്ളി. അദ്ദേഹത്തെ ഞാൻ ഔപചാരികമായി ഈ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2009 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനമാണ്. ഈ പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് ശ്രീമാൻ സ്റ്റാൻലി കളത്രയാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പം വിളിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇവിടേക്ക് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്.